വി.ഡി. സതീശനെ വാഴ്ത്തിയും രമേശ് ചെന്നിത്തലയെ കടന്നാക്രമിച്ചും കെ മുരളീധരൻ. കെ കരുണാകരന് ഒപ്പം നിന്ന് പാതി വഴിയിൽ കാലുവാരിയ നേതാവാണ് ചെന്നിത്തലയെന്ന് പരോക്ഷ വിമർശനം. സതീശനൊപ്പം കെ മുരളീധരൻ കൂടി നിലയുറപ്പിച്ചതോടെ കോൺഗ്രസിനുള്ളിൽ അധികാര വടംവലികൾ ശക്തമാകുന്നു. രാഷ്ട്രീയ എതിരാളികളെ കടന്നാക്രമിക്കുന്നതിനായി കൂരമ്പ് പോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ എന്നും മുന്നിലുള്ള കോൺഗ്രസ് നേതാവാണ് കെ മുരളീധരൻ. മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ ലക്ഷ്യമിട്ട് മുരളീധരൻ നടത്തിയ ചാട്ടുളി പ്രയോഗങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. തന്റെ വാക്കുകളിൽ ഒരിടത്തും മുരളീധരൻ ചെന്നിത്തലയെ പ്രത്യക്ഷമായി വിമർശിക്കുന്നില്ല. അതേസമയം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ വാനോളം പുകഴ്ത്തുന്നുമുണ്ട്. തന്റെ പിതാവ് കെ കരുണാകരനെ പാതി വഴിയിൽ ചതിച്ചിട്ട് പോയ പല നേതാക്കളുമുണ്ട്. അവരാരും രക്ഷപ്പെട്ടിട്ടില്ല, ഇനി രക്ഷപ്പെടാനും പോകുന്നില്ല. എന്നാൽ കെ കരുണാകരനെ കൂടെ നിന്ന് കുതികാൽ വെട്ടിയ നേതാവായിരുന്നില്ല വി.ഡി. സതീശനെന്നും ആദർശ ശുദ്ധിയുള്ള സതീശൻ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിച്ചേരുമെന്നുമാണ് മുരളീധരൻ തുറന്നടിച്ചത്. കെ കരുണാകരന്റെ ശാപമേൽക്കാത്ത കോൺഗ്രസ് നേതാവാണ് വി.ഡി. സതീശൻ എന്ന് പ്രശംസിക്കാനും മുരളീധരൻ മറന്നില്ല. പ്രമുഖ സാമൂഹ്യ പ്രവർത്തകരും കോൺഗ്രസ് നേതാവുമായിരുന്ന എം.എ. ജോണിന്റെ പേരിലുള്ള പുരസ്കാരം വി.ഡി. സതീശന് സമ്മാനിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന വേളയിലാണ് കോൺഗ്രസ് ഇന്ന് നേരിടുന്ന അപജയത്തെക്കുറിച്ചും ചില കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന കുതികാൽ വെട്ടുകളെക്കുറിച്ചും അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ പുകഴ്ത്തുന്ന വിധത്തിലായിരുന്നു വാക്കുകളെങ്കിലും രമേശ് ചെന്നിത്തലയെ ലക്ഷ്യമിട്ടായിരുന്നു ആ പ്രയോഗങ്ങൾ എല്ലാമെന്ന് വ്യക്തമായിരുന്നു. കെ കരുണാകരന്റെ ഒപ്പം നിൽക്കുകയും അതുവഴി ചെറുപ്രായത്തിൽ തന്നെ അധികാര സ്ഥാനങ്ങളിൽ എത്തപ്പെടുകയും ചെയ്ത നേതാവായിരുന്നു രമേശ് ചെന്നിത്തലയെന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്നവർക്കെല്ലാം അറിയാം. അതേ ചെന്നിത്തലയാണ് ജി കാർത്തികേയനെയും എം.ഐ. ഷാനവാസിനെയും ഒപ്പം നിർത്തി കരുണാകരനെതിരെ പുത്തഞ്ചേരി രൂപം കൊടുത്തത്. ഈ ത്രിമൂർത്തി സംഘമാണ് പിന്നീട് തിരുത്തൽവാദികൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. കരുണാകരന്റെ മകൻ കെ മുരളീധരൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കരുത്തറിയിച്ചാൽ അത് തങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമാകും എന്ന് കരുതിയാണ് മൂവർ സംഘം തിരുത്തൽവാദ ഗ്രൂപ്പുമായി സജീവമായത്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന് ഈ നീക്കം രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയായിരുന്നു. ഒരു കാർ അപകടത്തെ തുടർന്ന് കെ കരുണാകരൻ അമേരിക്കയിൽ ചികിത്സയിലായിരുന്ന സമയത്താണ് രമേശ് ചെന്നിത്തല ഗ്രൂപ്പ് രാഷ്ട്രീയമുയർത്തി കരുണാകരനെ വിമർശിക്കാനും മുരളീധരനെ ഒതുക്കാനും ശ്രമിച്ചത്. ആ നീക്കങ്ങളെല്ലാം പാളിപ്പോയ ചെന്നിത്തല പിന്നീട് കരുണാകരന് വേണ്ടി രംഗത്തെത്തുകയും ചെയ്തുവെന്നതെല്ലാം ചരിത്രത്തിന്റെ ഭാഗം. പക്ഷേ അന്നേറ്റ മുറിപ്പാടുകൾ അത്ര വേഗമൊന്നും മുരളീധരൻ മറന്നിട്ടില്ലെന്നാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്. അർഹതപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും വി.ഡി. സതീശനെ തഴയാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സതീശനെയും എന്നെയും പിൻബെഞ്ചിലിരുത്താൻ പലരും ശ്രമിച്ചു. എന്നാൽ അവരൊക്കെ ഇന്ന് പിൻബെഞ്ചിലേക്ക് മാറ്റപ്പെട്ടു. കരുണാകരനെ വേദനിപ്പിച്ചവരാരും പൊങ്ങേണ്ടതുപോലെ പൊങ്ങിയിട്ടില്ല എന്നതാണ് വസ്തുത. എത്ര തകർക്കാൻ ശ്രമിച്ചാലും കഴിവുള്ളവർ മുന്നോട്ട് വരുമെന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവാണ് വി.ഡി. സതീശൻ. ഈ വിധത്തിൽ സതീശനെ കെ മുരളീധരൻ പുകഴ്ത്തുമ്പോൾ ആ വാക്കുകൾ വലിയ പ്രഹരശേഷിയോടെയാണ് ചെന്നിത്തലയ്ക്കും അനുയായികൾക്കും മേൽ വന്നുപതിക്കുന്നത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കോൺഗ്രസിനുള്ളിൽ പരസ്പരം പാറ പണിയുകയാണെന്നത് പരസ്യമായ രഹസ്യമാണ്. സംസ്ഥാനത്ത് അടുത്ത തവണ UDF അധികാരത്തിലെത്തുകയാണെങ്കിൽ മുഖ്യമന്ത്രി കസേര സ്വന്തമാക്കണമെന്ന് തന്നെയാണ് ഇരുവരുടെയും മനസ്സിലിരിപ്പ്. മറ്റു ചില പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ കൂടി മുഖ്യമന്ത്രി കസേരയ്ക്കായി ചരടുവലികൾ നടത്തുന്നുവെങ്കിലും എടുത്തു കാണിക്കപ്പെടുന്നത് സതീശന്റെയും ചെന്നിത്തലയുടെയും പേരുകൾ തന്നെയാണ്. മുതിർന്ന പാർട്ടി നേതാക്കളുടെ പ്രീതി പിടിച്ചുപറ്റാൻ ഇരുവരും കിണഞ്ഞു പരിശ്രമിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് സതീശനെ വാഴ്ത്തിയും ചെന്നിത്തലയെ ഇകഴ്ത്തിയും മുരളീധരൻ രംഗത്ത് വന്നത്. കേരളത്തിൽ DCC പുനഃസംഘടന എത്രയും വേഗം നടപ്പാക്കണമെന്ന് AICC നേതൃത്വം പലതവണ ആവശ്യപ്പെട്ടിട്ടും അത് പ്രാബല്യത്തിലാക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. ഗ്രൂപ്പ് വടംവലികളും അതോടൊപ്പം നേതാക്കളുടെ സിൽബന്ദികൾക്ക് വേണ്ടിയുള്ള ചരടുവലികളുമെല്ലാമാണ് DCC പുനഃസംഘടനയ്ക്ക് തടസ്സമായി മാറിയിരിക്കുന്നത്. അതിനോടൊപ്പമാണ് ചെന്നിത്തല സതീശൻ വടംവലികളും ഉയരുന്നത്. ഇത് കോൺഗ്രസിൽ വലിയ പ്രതിസന്ധികളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് മുൻകാലത്ത് കരുണാകരനെ പോലെയുള്ള നേതാക്കളെ കാലുവാരിയവരാണ് ചെന്നിത്തലയും കൂട്ടരും എന്ന പഴയ ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മുരളീധരൻ രംഗത്തെത്തിയത്. പഴയകാല കോൺഗ്രസ് നേതാക്കളുടെ ഉള്ളിലുള്ള കരുണാകര വികാരം വീണ്ടും തട്ടിയുണർത്തുന്നതിലൂടെ രമേശ് ചെന്നിത്തലയുടെ നേതൃമോഹങ്ങൾക്ക് തടയിടുക എന്നത് തന്നെയാണ് കെ മുരളീധരൻ ലക്ഷ്യമിടുന്നതെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ.